ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. കേരളത്തിൽ ഇന്ന് 7789 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7086 പേർ രോഗമുക്തരായി. ഇതിൽ 23 പേരുടെ മരണമാണ് ഇന്ന് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. 6486 പേർക്കാണ് സമ്പർക്കം മൂലം ഇന്ന് രോഗം ബാധിച്ചത്. 1049 പേരുടെ ഉറവിടം വ്യക്തമല്ല. 94,517 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 50,154 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. തിരുവനന്തപുരം 679, കൊല്ലം 551, പത്തനംതിട്ട 248, ആലപ്പുഴ 521, കോട്ടയം 495, ഇടുക്കി 143, എറണാകുളം 1209, തൃശൂർ 867, പാലക്കാട് 354, മലപ്പുറം 447, കോഴിക്കോട് 1246, വയനാട് 141, കണ്ണൂർ 557, കാസർഗോഡ് 311 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കോവിഡ് മൂലം 23 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. 7 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ന് പുതിയതായി പ്രഖ്യാപിച്ചത്. 17 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 644 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി. തിരുവനന്തപുരം സ്വദേശികളായ കമലാഭായ്, സുലോചന, ലീല, നാരായണൻ, AV കൃഷ്ണൻ, ശോഭന, നൂർജഹാൻ, രേവമ്മ, ശകുന്തള, തുളസി, അബ്ദുൽ സലാം, ഫാത്തിമ ബീവി, ദാമോദരൻ നായർ, ശരത് ശശിധരൻ, ശ്രീനാഥ്, തോമസ് രാജൻ, പുരുഷോത്തമൻ, കൊല്ലം സ്വദേശി സുലൈമാൻ കുഞ്ഞ്, എറണാകുളം അങ്കമാലി സ്വദേശി ഏലിയാക്കുട്ടി, തൃശൂർ സ്വദേശി ലാസർ, കോഴിക്കോട് സ്വദേശികളായ ജോർജ്, ബാബു എന്നിവരാണ് മരണമടഞ്ഞത്. ആകെ മരണം 1089 ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ് 15, തൃശൂർ ജില്ലയിലെ ആളൂർ വാർഡ് 12, ആതിരപ്പള്ളി വാർഡ് 2, ആലപ്പുഴ ജില്ലയിലെ കൈനകരി വാർഡ് 8, മലപ്പുറം ജില്ലയിലെ അരീക്കോട് വാർഡ് 1, 18, മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് സബ് വാർഡ് 1, എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ വാർഡ് 14 എന്നിവയാണ് ഇന്ന് പ്രഖ്യാപിച്ച ഹോട്ട്സ്പോട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ കോവിഡ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗരേഖ പുതുക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗതീവ്രതയനുസരിച്ച് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനാണ് ഡിസ്ചാർജ് മാർഗ്ഗരേഖ പുതുക്കിയത്. രോഗലക്ഷണമില്ലാത്ത കോവിഡ് രോഗികൾ ആദ്യം പോസിറ്റീവായി 10ാം ദിവസം റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തണം. നെഗറ്റീവായാൽ ഇവരെ ഡിസ്ചാർജ് ചെയ്യാം. തുലാമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. ദർശനം സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വെർച്വൽ ക്യൂ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത 250 ഭക്തർക്കാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുന്നത്. ദർശനത്തിനെത്തുന്നതിന് തൊട്ടുമുമ്പുള്ള 48 മണിക്കൂറിനകം ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മല കയറാൻ പ്രാപ്തരാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും കരുതണം. 10 വയസ്സിനും 60 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കാണ് ദർശനത്തിന് അനുമതി. ഭക്തർ കൂട്ടം ചേർന്ന് സഞ്ചരിക്കാൻ പാടില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. വടശ്ശേരിക്കര, എരുമേലി എന്നിവ ഒഴികെയുള്ള വഴികളിലൂടെ പ്രവേശനം അനുവദിക്കില്ല. പമ്പയിൽ കുളിക്കുന്നതും കർശനമായും നിരോധിച്ചിട്ടുണ്ട്. കുളിക്കുന്നതിനായി പ്രത്യേകം ഷവറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കീഴിലാണ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത്. സംശയാസ്പദമായ കേസുകളും സാമ്പത്തിക ഇടപാടുകളും ഇവർ അന്വേഷിക്കും. ഏതാനും പരാതികളുടെ ഉറവിടങ്ങളും സമീപകാലത്തെ കേസുകളുടെ വിവരങ്ങളും തേടി NIA ഉദ്യോഗസ്ഥർ ഇടുക്കിയിലെ ചില പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങിയതെന്ന് ജില്ലാ പോലീസ് മേധാവി R. കറുപ്പുസ്വാമി അറിയിച്ചു. ഇടുക്കി സൈബർ സെൽ സൈബർ പോലീസ് സ്റ്റേഷനാക്കി മാറ്റി ഈ മാസം അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങും. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇവിടെ FIR രജിസ്റ്റർ ചെയ്യും. സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെല്ലും രൂപീകരിക്കും. മലയാളത്തിന്റെ മഹാകവിയും ജ്ഞാനപീഠ ജേതാവുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് സാംസ്കാരിക കേരളം കണ്ണീരോടെ വിട നൽകി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാലക്കാട് കുമരനെല്ലൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. മലയാളത്തിന്റെ മഹാകവിയും ജ്ഞാനപീഠ ജേതാവുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സി രവീന്ദ്രനാഥ് കവിയുടെ വീട്ടിലെത്തി റീത്ത് സമർപ്പിച്ചു. അക്കിത്തത്തിന്റെ ദേഹവിയോഗം ഭാരതീയ സാഹിത്യത്തിന് തീരാ നഷ്ടമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, AK ബാലൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർ അനുശോചിച്ചു. തിരുവനന്തപുരം, കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നാളെ തിരുവനന്തപുരം കളക്ടറേറ്റിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ അറിയിച്ചു. ഓരോ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമുള്ള സംവരണ വാർഡുകളാണ് നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കുന്നത്.
കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് തലശ്ശേരി വടകര മാവേലിക്കര കായംകുളം എന്നിവിടങ്ങളിൽ ഓരോ മിനിറ്റ് വീതം സ്റ്റോപ്പ് അനുവദിച്ചു. ഞായറാഴ്ചയും ബുധനാഴ്ചയും ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ജനശതാബ്ദിയുടെ കണ്ണൂരിൽ നിന്നുള്ള സർവീസ്. ചൊവ്വയും ശനിയും ഒഴികെയുള്ള ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ജനശതാബ്ദി സർവീസ് നടത്തുന്നത്. കൊച്ചിയിൽ പൂർത്തിയാകാനിരിക്കുന്ന വിവിധ പദ്ധതികളുടെ വികസനത്തോടെ ഇന്ത്യയിൽ ആദ്യമായി എല്ലാവിധ യാത്രാ സൌകര്യങ്ങളും സമ്മേളിക്കുന്ന നഗരമായി കൊച്ചി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയായ ചമ്പക്കര നാലുവരി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ കേവല ഗതാഗത ഉപാധി മാത്രമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതരേഖ കൂടിയാണ്. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എന്നിവയെ ബന്ധിപ്പിക്കുന്ന രണ്ടാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി മെട്രോയുടെ മുഖച്ഛായ മാറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ 10 പ്രതികൾക്ക് എൻഐഎ കോടതി ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് അലി, കെ ടി ഷറഫുദ്ദീൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. സംസ്ഥാനത്തെ ആയുർവേദ ആശുപത്രികൾ മെച്ചപ്പെടുത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. കണ്ണൂർ എളയാവൂർ ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദ ആശുപത്രികൾക്കായി ആധുനിക സൌകര്യങ്ങളുള്ള കെട്ടിടങ്ങളാണ് സംസ്ഥാനത്ത് നിർമ്മിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പഴയ നിരത്തിൽ ടയർ നിർമ്മാണ സ്ഥാപനത്തിലെ ഇലക്ട്രിക് ചേംബർ പൊട്ടിത്തെറിച്ച് തൊഴിലാളി മരിച്ചു. ചെമ്പിലോട് സ്വദേശി പവിത്രനാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇരിട്ടിയിൽ നാളെ മിനി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട്. ഫാമിലെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പൊതുജനങ്ങൾക്ക് എളുപ്പം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തണൽ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത്. പ്രകൃതിദത്തമായ തേൻ, ഫാമിലെ കരനെൽ കൃഷിയിൽ നിന്നുള്ള അരിപ്പൊടി, വെളിച്ചെണ്ണ, കശുവണ്ടി പരിപ്പ് എന്നിവയ്ക്ക് പുറമെ ഫാമിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈട്ടി, തേക്ക് എന്നിവ കൊണ്ട് നിർമ്മിച്ച അലങ്കാര സസ്യം വളർത്താനുള്ള കൂടുകളും സൂപ്പർ മാർക്കറ്റ് വഴി ലഭ്യമാക്കും. ആറളം ഫാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലുള്ളവർക്ക് കൂടുതൽ തൊഴിലവസരത്തിനും അവരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനാവും. ഐപിഎല്ലിൽ കിങ്സ് 11 പഞ്ചാബിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 18 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എന്ന നിലയിലാണ്. ആലപ്പുഴയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിയന്ത്രണങ്ങളോടെ ഹൌസ് ബോട്ടുകൾ പ്രവർത്തിക്കാൻ ധാരണയായി. ജില്ലാ കളക്ടർ എ അലക്സാണ്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. ഒക്ടോബർ 18 മുതൽ ഹൌസ് ബോട്ടുകൾ പ്രവർത്തനം ആരംഭിക്കും. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ വിനോദസഞ്ചാരികൾ ബോട്ടിലെത്താൻ പാടുള്ളൂ. പുന്നമട ഫിനിഷിംഗ് പോയിന്റ്, പള്ളാത്തുരുത്തി എന്നീ 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാവും ഹൌസ് ബോട്ടുകളുടെ പ്രവർത്തനം. ഒരു ബോട്ടിൽ പരമാവധി 10 പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ അനുമതി. ഒരു മുറിയിൽ 2 പേർക്ക് താമസിക്കാം. ഓരോ യാത്രയ്ക്ക് ശേഷവും ബോട്ടുകൾ അണുവിമുക്തമാക്കണം. ബോട്ടുകളിൽ കോവിഡ് ജാഗ്രതാ QR കോഡ് പ്രദർശിപ്പിക്കാനും നിർദ്ദേശം നൽകി. വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ സേവനങ്ങൾ ഇനി മുതൽ ഗ്രാമകേന്ദ്രങ്ങളിലും ലഭ്യമാകും. പഞ്ചായത്ത് പരിധിയിലുള്ള തൃക്കൈപ്പറ്റ, ചൂരൽമല പ്രദേശങ്ങളിലാണ് ഗ്രാമകേന്ദ്രങ്ങൾ ആരംഭിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പഞ്ചായത്തിലെത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രാമകേന്ദ്രങ്ങൾ ആരംഭിച്ചത്. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട അത്യാവശ്യ സേവനങ്ങൾക്ക് ഗ്രാമകേന്ദ്രങ്ങളെ സമീപിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോസ് കെ മാണിയെ വിശുദ്ധനാക്കിയിരിക്കുകയാണെന്നും അഴിമതി രാഷ്ട്രീയം സമൂഹ നന്മയ്ക്ക് വെല്ലുവിളിയാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു. കൊറോണ കാലത്ത് ബിജെപി ജില്ലയിൽ നടത്തിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ഇ ബുക്കിന്റെ പ്രകാശനം ചാത്തന്നൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഈ മാസം 21 മുതൽ സന്ദർശകർക്കായി തുറന്നു നൽകും. കോവിഡിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ മാസങ്ങളായി ഇവിടം അടഞ്ഞുകിടക്കുകയായിരുന്നു. കേരള ആംഡ് പോലീസ് 4 ബറ്റാലിയൻ 2020 ഫെബ്രുവരി ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ രാവിലെ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സല്യൂട്ട് സ്വീകരിക്കും. പരേഡിന്റെ തത്സമയ സംപ്രേഷണം കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും കാണാം. ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചും കോവിഡ് പ്രോട്ടോകോൾ ദോഷകരമല്ലാത്ത രീതിയിൽ നടപ്പാക്കിയും ശബരിമല തീർത്ഥാടനത്തിന് അവസരം നൽകണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മല കയറുന്നതിനും നെയ്യഭിഷേകം, ബലിതർപ്പണം എന്നിവയ്ക്കും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള സൌകര്യം ഒരുക്കണം. തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കരുതൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45-ന്.